നമസ്കാരം. കരുവന്നൂർ ബാങ്കിലെ CPMന്റെ 25 രഹസ്യ അക്കൗണ്ടുകൾ പിടിമുറുക്കുകയാണ്. തട്ടിപ്പുകൾ നടന്നത് CPM മന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ അറിവോടെ. 25ഓളം വെളിപ്പെടുത്താത്ത ബാങ്ക് അക്കൗണ്ടുകൾ മറന്നുപോയെന്ന് സഖാക്കൾ പറയുന്നു. ഇത്രയും അക്കൗണ്ടുകൾ എങ്ങനെ മറക്കും? എല്ലാം ലക്ഷങ്ങളുടെ തിരിമറികൾ നടന്ന അക്കൗണ്ടുകൾ. ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. തട്ടിച്ച പണം കൂടുതലും പാർട്ടി കെട്ടിടങ്ങൾക്കും പാർട്ടിക്ക് വേണ്ടി സ്ഥലം വാങ്ങാനും മറ്റും ഉപയോഗിച്ചു. CPMന്റെ എല്ലാ കള്ളക്കളികളും തകർന്നടിയുകയാണ്. പുറത്തു പറയാതിരുന്ന 25 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ED പറഞ്ഞതോടെ എല്ലാം പുറത്താവുകയാണ്. ആദായ നികുതി വകുപ്പ് പരിശോധിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ സഖാക്കന്മാർ അഴിക്കുള്ളിൽ തന്നെ ആകാനാണ് സാധ്യത. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ചൂണ്ടുവിരലിലാണ് ഇപ്പോൾ കേരള സർക്കാർ. ഒടുവിൽ കരുവന്നൂർ ബാങ്കിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുക്കാൻ ED തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ വന്നാൽ CPM കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നത് പറയാതിരിക്കാനാവില്ല. കരുവന്നൂർ ബാങ്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യത്തിൽ റിസർവ് ബാങ്ക് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ നിലപാട് ചോദിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ബാങ്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സഹകരണ സംഘങ്ങളെ കുറിച്ചും അന്വേഷണം നടത്തണമെന്നും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിക്ക് വിവിധ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമുള്ള അക്കൗണ്ടുകളിലെ പണത്തിന്റെ വിവരം CPMന്റെ കേന്ദ്ര അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ലെന്നാണ് ED തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ നവംബർ 30 കണക്കുകൾ അനുസരിച്ച് തൃശൂർ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടേതായി 25 അക്കൗണ്ടുകളിൽ മൊത്തം 1.73 കോടി രൂപയുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതേ അക്കൗണ്ടുകളിൽ തന്നെ 63.98 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപവും ഉണ്ടെന്നും കഴിഞ്ഞ 10 വർഷത്തിൽ 25 കോടിയുടെ ഇടപാടുകൾ നടന്നെന്നുമുള്ള മറ്റൊരു കണക്കും ED പറയുന്നു. ഇവ പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകളിൽ കാണിക്കാതിരുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 29C വകുപ്പിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഔദ്യോഗിക കണക്കിൽ കാണിക്കാത്ത അക്കൗണ്ടുകളിലെ പണം പാർട്ടിക്കായി സ്ഥലവും കെട്ടിടവും വാങ്ങാൻ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആദായ നികുതി ഇളവ് മാത്രമല്ല പാർട്ടിയുടെ അംഗീകാരം തന്നെ പിൻവലിക്കുമെന്നത് പരിഗണിക്കണമെന്നാണ് EDയുടെ വാദം. രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് സമ്മതിച്ചിട്ടുണ്ടെന്നും ED വ്യക്തമാക്കുന്നു. ഇനി സഖാക്കന്മാർ പറയാൻ മറന്ന ആ അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2016-2017 ആദായ നികുതി റിട്ടേണിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പരാമർശിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട് CPMും ആദായ നികുതി വകുപ്പും തമ്മിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട്. അക്കൗണ്ട് പരാമർശിക്കാൻ വിട്ടുപോയതാണെന്നും അതിലെ തുക കൂടി ഉൾപ്പെടുത്തിയാണ് റിട്ടേൺ ഫയൽ ചെയ്തതെന്നും ആദായ നികുതി വകുപ്പിന് CPM മറുപടി നൽകിയിരുന്നു. ഇത് അംഗീകരിക്കാതിരുന്ന വകുപ്പ് 2016-2017 നികുതി ഇളവ് പിൻവലിച്ചു. 15.59 കോടി നികുതി നൽകാൻ ഉത്തരവിട്ടു. ഇത് ചോദ്യം ചെയ്ത പാർട്ടി ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് തീർപ്പാക്കും വരെ തുടർ നടപടി പാടില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.